ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ത് ചെയ്യണം എന്നറിയാത്ത വല്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടുന്നത്? ഞാനൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇനി എന്താണ് ചെയ്യേണ്ടുന്നത്? ഒരു വഴിയും മുമ്പിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആ സാഹചര്യത്തെ തരണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വാചകങ്ങൾ, ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം വളരെ ഗൗരവമായി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഓരോ ദൈവവേദലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ എൻ്റെ ദൈവവചന പഠനത്തിൽ എനിക്ക് മനസ്സിലായ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അത് നിങ്ങൾക്കും പ്രയോജനകരമായി തീരുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയുന്നില്ല, ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ നിസ്സഹായരാണ്, എൻ്റെ കണ്ണുകൾ അങ്ങിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പം ആ ഒരു വാചകം പല സമയത്തും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യവുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. കാരണം ചിലപ്പോൾ നമ്മളും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ എത്തപ്പെടാറുണ്ട്. എന്ത് ചെയ്യണം എന്ന് ഇനി അറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എന്താ പറയുന്നത്, വെറുതെ കുറേ വാചകങ്ങളാകാതെ, എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ പറയാതെ, ദൈവഭക്തന്മാരായിരുന്നവർ അവര് ദൈവത്തിലെ ആശ്രയിച്ച വഴികൾ, അവരുടെ പ്രശ്നങ്ങൾ ദൈവത്തോട് അവതരിപ്പിച്ച വിധങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ദൈവം എങ്ങനെ ഇറങ്ങി വന്നു, എങ്ങനെ അവരെ സഹായിച്ചു എന്നുള്ളതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് അതൊന്ന് അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും അത് പ്രയോജനകരമാണ്. പല സമയത്ത് ഞാനും അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ 4 കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. ഒന്നാമതായിട്ട്, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആരാണ്, എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് വളരെ വേഗത്തിൽ ഒന്ന് പറയാം. യഹൂദയുടെ രാജാവായിരുന്ന യഹോശബത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു രാജാവ്, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. ഒരു ദീർഘമായ പ്രാർത്ഥനയാണ്, പക്ഷെ ആ പ്രാർത്ഥനയ്ക്കകത്തെ 1-2 വാചകങ്ങൾ എന്നെ ആകർഷിച്ചു. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്താണ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങളുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ശക്തിയില്ല. ശക്തിയില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ദൈവ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിനായിട്ടല്ലേ ദൈവസഹായത്തിനായിട്ട് നമ്മൾ തിരുമുമ്പിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, നമ്മളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. ഞാൻ ആ ഒരു ഭാഗം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആ പ്രാർത്ഥനയെ നമ്മളൊരു മാതൃകയാക്കി, ഒരു മോഡൽ പ്രയറാണ് നമുക്ക്, ഇല്ലേ? അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചു, രക്ഷപ്പെട്ടു, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെ വിജയകരമായി ദൈവാശ്രയത്തിൽ തരണം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമതായി, ഇദ്ദേഹം നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു രാജാവായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നേരെ ഒരു വലിയ ജനസമൂഹം ആക്രമിക്കാനായിട്ട് വരികയാണ്. അവർ നിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്.
അല്ലെങ്കിൽ അവർ വരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പം ആ ഒരു പ്രശ്നം മുന്നിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് ഉടനടി എടുത്തു ചാടി അതിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ ധൃതി, നമ്മുടെ വേഗതകൾ, നമ്മുടെ സ്പീഡ് അപകടകരമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് കൃത്യമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങൾ ഈ കല്യാണത്തിലേക്ക് പ്രവേശിച്ചത്, അല്ല നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചു? അപ്പം മിക്ക സമയങ്ങളിലും പലരും പറഞ്ഞത് വേഗതയാണ്. അതായത് ഒരു പ്രപ്പോസൽ വന്നു, പെട്ടെന്നില്ല, പെട്ടെന്നങ്ങ് നടക്കുകയാണ് കല്യാണം, പെട്ടെന്ന്. ഈ പെട്ടെന്നുള്ളതിനെ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. എൻ്റെ കുറച്ച് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ചിലർ പറയും ഇപ്പം നടത്തണം, അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും. ദൈവസന്നിധിയിൽ ഒരു കാര്യത്തിനും നമ്മൾ ധൃതി പിടിക്കാൻ പാടില്ല. ഞാൻ വചനത്തിൽ നിന്നും ആ അനുഭവത്തിൽ നിന്നും ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ നമ്മൾ വേഗത പാടില്ല. നമ്മൾ ചെയ്യേണ്ട എന്നുള്ളതല്ല, നമ്മൾ ശാന്തമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിന് നമ്മളോടൊന്ന് സംസാരിക്കാനും ഒക്കെ നമ്മളൊന്ന് സമയം കൊടുത്ത് നമ്മളൊന്ന് അവൈലബിളായി കുറച്ച് സമയങ്ങൾ അതിനു വേണ്ടി ഒന്ന് മാറ്റിവെച്ച്, ഒന്ന് ഉപവസിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തോട് ഈ കാര്യം ഒന്ന് ചോദിച്ച് ശാന്തമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ ഒരു സാഹചര്യത്തെ കുഴപ്പങ്ങളില്ലാതെ തരണം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കും. ഇവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു 12-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം നിസ്സഹായനായി നിലവിളിക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് വെറുതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് വെറുതെ അദ്ദേഹം അങ്ങനെ അലക്കിയ നിലവിളിക്കൊന്നും അല്ല. കാരണം ഇതിന്റെ തൊട്ട് പിന്നിലുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ ഇദ്ദേഹത്തിന് 11,60,000 സൈനികർ ഇദ്ദേഹത്തിന്റെ കീഴിലുണ്ടെന്ന് ഓർക്കണം. 11,60,000 സൈനികർ. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലാണ്. അപ്പം ഈ 11 ലക്ഷത്തിലധികം സൈനികർ സ്വന്തമായിട്ടുള്ള ഒരു രാജാവാണ് ദൈവത്തോട് പറയുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ ദൈവിക വിടുതലുകൾ യഥാർത്ഥമായി വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഒന്നുമില്ലാതെയായി ദൈവം മുമ്പിലേക്ക് ചെല്ലുമ്പോഴാണ്. സത്യത്തിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ നിസ്സഹായാവസ്ഥ നമ്മൾ ദൈവസന്നിധിയിൽ തുറന്ന് സമ്മതിക്കുന്നതല്ലേ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഈ പല സമയത്തും പലരും പറയും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല, മറുപടി കിട്ടുന്നില്ല, മറുപടി കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്തെങ്കിലുമൊക്കെയാണെന്നോ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടുമൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇദ്ദേഹം ശരിക്കും ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിസ്സഹായനാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ ആരംഭ 3-4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തെ അന്വേഷിക്കാൻ വന്നു. യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദയിൽ നിന്നുള്ള ജനമെല്ലാം ഒന്നിച്ചുകൂടി, ഉപവസിച്ചു, ദൈവത്തെ അന്വേഷിച്ചു. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മൾ തീരുമാനമെടുക്കേണ്ടുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് കഴിയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നത് ഏതെങ്കിലും തീർത്ഥാടന യാത്രകൾ നടത്തിയോ എന്താ പറയുന്നത്, അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും പോയാൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. കാരണം ദൈവം ഒരു സ്ഥലത്തും കുടികൊള്ളുന്ന ദൈവമല്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും. നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത്, നമ്മൾ മുട്ടുമടക്കുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരും. 2-3 പേരെ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് വചനത്തിന്റെ വ്യവസ്ഥയിൽ ദൈവത്തിങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ 4 കാര്യങ്ങളിലേക്ക് വേഗത്തിൽ നമുക്കൊന്ന് പോകാം. 1, ദൈവത്തിന്റെ മഹത്വത്തെയും ശക്തിയെയും തിരിച്ചറിയുകയാണ്. കാരണം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ദൈവമേ, 6-ാമത്തെ വാക്യത്തിലാണ്,
ദൈവമേ, സകല ജാതികളെയും അവിടുന്ന് ഭരിക്കുന്നുവല്ലോ. അടുത്തത്, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും അങ്ങേക്കുണ്ടല്ലോ. ഒന്നാമത്, നമ്മുടെ പ്രശ്നത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വലിപ്പത്തെ നമ്മൾ കാണുക. നമ്മൾ ദൈവത്തോട് പറയുക, കർത്താവേ, ഈ പ്രശ്നത്തെ, ഈ കാര്യത്തെ അതെ തരണം ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് കരുത്ത് നൽകുവാൻ അങ്ങേക്ക് കഴിയും. അവിടുന്ന് ഉന്നതനായ ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കും. അവിടുന്ന് സർവശക്തനായ ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നാമത്തേത്, ദൈവത്തിൻ്റെ ശക്തിയെ, മഹത്വത്തെ തിരിച്ചറിയുക, അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക, അത് നമ്മൾ അംഗീകരിക്കുക, അക്നോളജ് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക, അത് നമ്മുടെ പ്രാർത്ഥന വാചകങ്ങളാക്കി നമ്മൾ മാറ്റുക. ഇതാണ് അദ്ദേഹം ഒന്നാമത് ചെയ്തത്. രണ്ടാമത്തേത് അദ്ദേഹം ചെയ്തത്, അടുത്ത വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ തെരഞ്ഞെടുപ്പും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ്. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുക. നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ സാമ്പത്തികമായ വിഷയങ്ങളിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിലും പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ആരോടും ചോദിക്കാൻ പോകാറില്ല. ദൈവം മുമ്പാകെ ഇരുന്നിട്ട് ദൈവത്തോട് പറയും, കർത്താവേ, വിളിച്ചിറക്കിയവൻ അവിടുന്നാണല്ലോ, ഇത്രത്തോളം കൊണ്ടുവന്നവൻ അവിടുന്നാണല്ലോ, അങ്ങേക്ക് നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അങ്ങാണല്ലോ വിളിച്ചിറക്കിയത്. ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് പെട്ടെന്ന് ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ഉണ്ടാകും. അപ്പൊ രണ്ടാമത്തേത്, ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ യെഹോശാഫാത്ത് പറയുകയാണ്, അങ്ങയുടെ ആലയത്തിലേക്ക് വന്ന് കരഞ്ഞ് നിലവിളിച്ചാൽ ഈ വിഷയത്തിന് മറുപടി തരാമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടോ, തൻ്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ ദൈവാശ്രയം ഉയർന്നു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുക. നിങ്ങളെ വിളിച്ചവൻ ദൈവമാണെന്നുള്ളൊരു ഉറപ്പും ധൈര്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിക്കകത്ത് തരണം ചെയ്ത് അപ്പുറം കടക്കുവാൻ അത് നിങ്ങൾക്ക് കരുത്തു പകരും, ശക്തി പകരും. മൂന്നാമത്തേത്, പ്രശ്നത്തെ പ്രശ്നമായി ദൈവം മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നോക്കുക, ഈ ഒരു വലിയ പ്രശ്നത്തെ ദൈവം മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ പ്രശ്നത്തോടൊപ്പം താൻ പറയുന്ന ഒരു കാര്യം, ഇത്ര വലിയൊരു സമൂഹം ഞങ്ങളുടെ നേരെ വരികയാണ്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നോക്കിക്കേ, ഈ നമ്മൾ പല സമയത്തും നമ്മൾ താഴാൻ തയ്യാറാകുന്നില്ല, സത്യമല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ നില വിട്ട് താഴോട്ട് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ഈ ഒരു പ്രശ്നത്തെ ദൈവം മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ നിസ്സാരക്കാരനായ ആളല്ല, ഒരു രാജ്യത്തിൻ്റെ രാജാവാണ്, ലക്ഷക്കണക്കിന് പടയാളികളുണ്ട്, വേണമെങ്കിൽ പോയി ഒരു യുദ്ധം ചെയ്യാം, തൻ്റെതായ ചില യുദ്ധതന്ത്രങ്ങൾ തനിക്ക് അവിടെ ചെയ്യാൻ പറ്റും, സ്വയമായ ചില നീക്കങ്ങൾ നടത്താൻ പറ്റും. രാജാവാണ്, അദ്ദേഹം കൽപ്പന കൊടുത്താൽ പിന്നെ എന്താ പറയുന്നത്, ഇറങ്ങി പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവ മുമ്പിൽ തൻ്റെ പ്രശ്നത്തെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ആണ് ഞാനിവിടെ കണ്ടത്. അതിനോട് ചേർന്ന് നാലാമത്തേത്, തൻ്റെ നിസ്സഹായാവസ്ഥ ദൈവസന്നിധിയിൽ അംഗീകരിക്കുന്നു, ഉള്ളതുപോലെ തുറന്ന് സമ്മതിക്കുന്നു. നമ്മുടെ ഉള്ള അവസ്ഥ ദൈവ മുമ്പിൽ തുറന്ന് സമ്മതിക്കുക എന്നുള്ളതാണ് നാലാമത്തേത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിലേക്ക് നോക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കണ്ണുകൾ ദൈവമേ അങ്ങിലേക്ക് നോക്കിയിരിക്കുന്നു എന്ന് പറയുമ്പം കണ്ണുയർത്തി നോക്കുമ്പം കാണാൻ എന്തെങ്കിലും മുമ്പിലുണ്ടോ? ഇല്ല. അപ്പം ആക്ഷരികമായ കണ്ണുകൾ ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്നു എന്നുള്ളതല്ല, ഏകാഗ്രതയാണ് അത് കാണിക്കുന്നത്.
ആ പ്രാർത്ഥനയ്ക്കകത്തുള്ള ഏകാഗ്രതയെയും ദൈവാശ്രയത്തെയുമാണ് കാണിക്കുന്നത്. മറ്റൊന്നിലേക്കും നോക്കാതെ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മൾ പല സമയങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ 100,000 വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു CBSE സ്കൂളിൽ 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ ഞാൻ 1 വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒറീസയിൽ ഒരു മിഷനറി ആയിരുന്ന ഒരു 1 ഇയർ ഒരു ടൈമിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം 40-50 കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ഉള്ളത് കൊണ്ട് നമുക്കറിയാം, ഈ നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ നോക്കിയിരിക്കുമ്പോൾ അവരുടെ മനസ്സെതിലെയാണ് പോകുന്നതെന്നുള്ളത്. ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മെ അറിയത്തില്ലേ? ഒരു സ്കൂളിലെ ഒരു ടീച്ചേഴ്സ്, എനിക്കറിയാം പല ഹയർ സെക്കൻഡറി എന്താ പറയുന്നത് പ്രിൻസിപ്പൽമാർ വരെ ഈ വീഡിയോസ് പലതും കാണുന്നുണ്ട്, എനിക്കറിയാം. ഈ അധ്യാപന വൃത്തിയിൽ അല്ലെങ്കിൽ അധ്യാപകരായിട്ടുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, അവർക്കറിയാം അവരുടെ മുമ്പിൽ 20-30 വിദ്യാർത്ഥികൾ ഇരിക്കുമ്പോൾ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരൊക്കെ ശ്രദ്ധിക്കുന്നില്ല, ആരൊക്കെ ക്ലാസ്സിലുണ്ട്, ആരൊക്കെ ഇല്ല എന്നുള്ളത് ഒരു നല്ല അധ്യാപകന് അറിയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സെവിടെയാണ്, നമ്മുടെ ഏകാഗ്രത എവിടെയാണ്, നമ്മുടെ കണ്ണുകൾ എവിടെയാണ്? ഗൗരവമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. നമ്മൾ നിസ്സഹായരാണെന്ന് ദൈവസന്നിധിയിൽ തുറന്നു സമ്മതിക്കുക. നമ്മളെ കൊണ്ട് ഇനിയൊന്നും പറ്റത്തില്ല എന്നുള്ളതല്ല, പറ്റും. കാരണം ഇദ്ദേഹത്തിന് പറ്റുമല്ലോ. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം പറയുകയാണ്, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. കണ്ണുകൾ അങ്ങിലേക്ക് നോക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് ശക്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശക്തിയില്ലാത്തവന് ശക്തി കൊടുക്കുന്നവനാണ് ദൈവം. ഞാൻ ഈ ദൈവജനത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഒരു ക്രമം ഞാൻ നിങ്ങളോട് പറയാം. ഈ എന്താ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ. ഈ എല്ലാം ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നുമില്ലാതായി പോയ ആൾക്കാരുണ്ട്. ഒന്നുമില്ലാതിരുന്നിട്ടും ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് ദൈവം മുമ്പാകെ വീണ് കടന്ന് മനസ്സുടഞ്ഞ് തകർന്ന് പ്രാർത്ഥിച്ച് കരകയറി വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എല്ലാ മെസ്സേജിലും എൻ്റെ സാക്ഷിയൊന്നും പറയുകയല്ല, പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കയറി വന്ന ഒരാളാണ് ഞാൻ. സാഹചര്യങ്ങളൊന്നും നന്നായിട്ടൊന്നുമല്ല. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, ഒരു വിവാഹം പോലും ഉണ്ടാകുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. കാരണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചു ഇറക്കി. ഞാൻ ആ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് വിവാഹാലോചനകൾ നടത്താനായിട്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ദൈവദാസനോട് ചോദിച്ചപ്പം അതറിഞ്ഞ ചർച്ചിലെ ഒരു വിശ്വാസി തന്നെ എൻ്റെ അപ്പനോട് പറഞ്ഞു, സുവിശേഷ വേലക്കാർക്കും പാസ്റ്റർമാർക്കും ഒക്കെ പെണ്ണ് കിട്ടുക എന്ന് പറഞ്ഞ് ഇച്ചിരി പാടാ, പിന്നെ ബുദ്ധിമുട്ടാകട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര വേദനകൾ ഉണ്ടാക്കിയപ്പോൾ ദൈവം മുമ്പാകെ കിടന്ന് നിലവിളിച്ച സമയങ്ങൾ ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്. പക്ഷെ കൃപയാൽ ഞാൻ പറയട്ടെ, ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായില്ല. ദൈവം അതെല്ലാം അതാതിൻ്റെ സമയത്ത് നന്നായി ചെയ്തു. എന്നാൽ ജീവിതത്തിൽ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് ഒന്നും നടക്കാത്ത ആളുകളുണ്ട്. എന്താ പറയുന്നത്, ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളുണ്ട്. എല്ലാം ജീവിതത്തിലുണ്ട്. ഞാൻ 100 കണക്കിന് ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ വിഷയമല്ല, ദൈവത്തിന് നമ്മളെയാണ് ആവശ്യം. നമ്മൾ വീഴാൻ തയ്യാറാകുക ദൈവം മുമ്പിൽ. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഇല്ലേ? നമുക്ക് ഒരുമിച്ച് ആ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, എനിക്കറിയാം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് നമ്മെ നിർമ്മിച്ച, നമ്മെ സൃഷ്ടിച്ച ആ സൃഷ്ടാവാം ദൈവത്തോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശക്തിയില്ല. പലതും നമുക്കുണ്ടാകാം,
പക്ഷെ അതിലൊന്നും പ്രശംസിക്കാതെ, അതിലേക്കൊന്നും നോക്കാതെ, ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് ദൈവം മുമ്പിൽ അക്നോളജ് ചെയ്യുക, ദൈവം മുമ്പിൽ സമ്മതിക്കുക. ഇദ്ദേഹം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? യഹോവയുടെ ആത്മാവ് യഹസ്യേൽ എന്ന് പറയുന്ന ഒരു ലേവിന്റെ മേൽ വന്നതിന് ശേഷം അദ്ദേഹം പ്രവചനാത്മാവിൽ അല്ലെങ്കിൽ ആത്മശക്തിയിൽ അദ്ദേഹം വിളിച്ചു പറയുന്ന ചില ദൈവാലോചനയാണ്: ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. നോക്കിക്കേ, അദ്ദേഹം ഒരു ലേവ്യനാണ്, അദ്ദേഹം ഒരു സോ കോൾഡ് പ്രൊഫറ്റ് ഒന്നുമല്ല. ഞാനൊരു കാര്യം പറയാം, ആരിലൂടെയെങ്കിലും ദൈവം സംസാരിക്കും, ആരിലൂടെയെങ്കിലും ദൈവം ഇടപെടും, എന്തെങ്കിലും വഴി ദൈവം തുറന്നു തരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയൊന്നും ആയിരിക്കില്ല, പക്ഷേ ഉറപ്പായി ഞാൻ പറയാം, പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. നിശ്ചയമായിട്ടും ഈ പ്രാർത്ഥനാ വാചകങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് തികഞ്ഞ ദൈവാശ്രയത്തോടെ നമ്മുടെ പ്രശ്നങ്ങളെ സമീപിക്കാം. ഒത്തിരി പ്രിയപ്പെട്ടവർ പല 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 വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. 4 കാര്യങ്ങൾ: 1, ദൈവത്തെ അംഗീകരിക്കുക. 2, ദൈവിക വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുക. 3, പ്രശ്നങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുക. 4, നമ്മൾ നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ല എന്ന് സമ്മതിക്കുക, ദൈവസഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വളരുവാൻ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് സഹായകരമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് സഹായിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ.